എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 37ാമത്തെ സർഗത്തിലെ അവസാനത്തെ ശ്ലോകങ്ങൾ 27 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ കഥ സുബ്രഹ്മണ്യന് കാർത്തികേയൻ എന്നെങ്ങനെയാണ് പേര് വന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് മറ്റു ചില പേരുകളെ പറ്റിയിട്ടും അതുപോലെ തന്നെ സേനാപതിയായിട്ട് ശ്രീകുമാരൻ വിരാജിച്ച കഥകളൊക്കെയാണ്. നമുക്കാദ്യം 27ാമത്തെ ശ്ലോകം നോക്കാം. തേഷാം തദ്വചനം ശ്രുത്വാ സ്കന്നം ഗർഭപരിസ്രവേ സ്നാപയൻ പരയാ ലക്ഷ്മ്യാ ദീപ്യമാനം യഥാനലം. അടുത്ത ശ്ലോകം കൂടിയും കൂട്ടി പറയാം. സ്കന്ദയിത്യബ്രുവൻ ദേവാ സ്കന്നം ഗർഭപരിസ്രവേ കാർത്തികേയം മഹാബാഹും കാകുത്സ്ഥ ജ്വലനോപമം. തേഷാം തദ്വചനം ശ്രുത്വ. തേഷാം എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ് കാർത്തികേയൻ എന്ന് പേരിട്ടത് ഭഗവാൻ സുബ്രഹ്മണ്യന്. അപ്പോൾ ആ വാക്കുകൾ കേട്ടിട്ട് തേഷാം തദ്വചനം ശ്രുത്വ, അപ്പോൾ ആ വാക്കുകൾ കേട്ടപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ജന്മം എങ്ങനെയുണ്ടായത് എന്ന് കാരണം വച്ചുകൊണ്ട് തന്നെ മറ്റൊരു പേര് കൂടി ഇടുകയാണ് ചെയ്യണത്. സ്കന്നം ഗർഭപരിസ്രവേ. ഗർഭപരിസ്രവം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളൊരു ഗർഭകാലം ഈ കുട്ടിക്ക് ഉണ്ടായില്ലല്ലോ. ഗർഭം സ്രവിക്കുകയാണ് ഉണ്ടായത്. അതായത് സാധാരണഗതിയിൽ ഒരു മനുഷ്യജന്മം അമ്മയുടെ വയറ്റിൽ നിന്ന് കുട്ടിയായിട്ട് പുറത്തേക്ക് എത്തണമെങ്കിൽ ഒരു 10 മാസം 9-9.5 മാസമെങ്കിലും പിടിക്കുമല്ലോ. അതുപോലും ഉണ്ടായില്ല. എല്ലാം ദേവത ആണെങ്കിൽ പോലും എല്ലാം വേഗത്തിലായി. അഗ്നിയുടെ കയ്യിലുണ്ടായിരുന്ന തേജസ്സിനെ ഗംഗയിലേക്ക് കൊടുത്തപ്പോൾ ഗംഗയ്ക്ക് താങ്ങാൻ പറ്റാതെ അവിടെ നിന്ന് അത് ഒഴുക്കി വിടുക ചെയ്തത്. അതിൻ്റെ അർത്ഥം ഗർഭം അലസിപ്പോവാണ് ഉണ്ടായത് എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് അലസി ഒഴുകിപ്പോയതാണ്. സ്കന്നമായതെന്ന് പറഞ്ഞാൽ ആ ഗർഭത്തിലിരിക്കാൻ പറ്റാതെ കണ്ട് അവിടെ നിന്ന് തെന്നിമാറി ഒഴുകിപ്പോയതാണ്. അതുകൊണ്ട് ആ ബാലകന് മറ്റൊരു പേര് കൂടി വീണു. അതാണ് ഗർഭപരിസ്രവേ സ്കന്നം. ഗർഭം ഗംഗയുടെ ഗർഭം അലസിപ്പോയ, അങ്ങനെ ഒഴുകിപ്പോയതായ ആ കുട്ടി മാത്രമല്ല, സ്നാപയൻ പരയാ ലക്ഷ്മിയാ ദീപ്യമാനം യഥാനലം. ലക്ഷ്മിയാൽ ദീപ്യമാനം ശോഭിക്കപ്പെടുന്ന, അതായത് വളരെ ഐശ്വര്യവാനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, ശ്രീമാനായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അതാണിവിടെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്മിയാ പരയാ സ്നാപയൻ. പരമമായ ലക്ഷ്മിയാൽ സ്നാപയൻ എന്ന് പറഞ്ഞാൽ സ്നപനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുളിപ്പിക്കുക എന്നാണ് അർത്ഥം. അത് ഇവിടെ ഭഗവാൻ സുബ്രഹ്മണ്യൻ വളരെ ഐശ്വര്യവാനായിട്ട് ജനിച്ചു എന്ന അർത്ഥമാണ് എടുക്കേണ്ടത്. യഥാ അനലം ദീപ്യമാനം. അനലം ഇവ ദീപ്യമാനം. അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നവനും ലക്ഷ്മിയോടുകൂടിയവനുമായിട്ടുള്ള ആ ബാലകന് മറ്റൊരു പേര് കൂടി ഇടുകയാണ്. അതാണ് സ്കന്ദയിത്യബ്രുവൻ ദേവാഹ സ്കന്നം ഗർഭപരിസ്രവേ. അത് ആദ്യത്തെ ഇന്ന് നമ്മൾ ചൊല്ലി 27ാമത്തെ ശ്ലോകത്തിൽ ആദ്യത്തെ വരിയിൽ പറയണ അതേ വാക്കെടുത്ത് പറയാണ്. ഗർഭപരിസ്രവം ഒഴുകിപ്പോയി ജനിച്ച പുത്രനാണ് എന്നുള്ളത് കൊണ്ട് സ്കന്ദൻ എന്നൊരു പേര് കൂടി ദേവന്മാർ ആ ബാലകനിട്ടു. സ്കന്നം എന്നാണ്, സ്കന്നൻ എന്നുള്ള വാക്കല്ല, കുറച്ചും കൂടി ഭംഗിയായിട്ട് സ്കന്ദൻ എന്നായിക്കോട്ടെ എന്ന് അങ്ങനെ പേരിട്ടു. അപ്പോൾ കാർത്തികേയൻ എന്ന പേര് വന്നത് കൃത്തികമാർ സംരക്ഷിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ ഗർഭം ഒഴുകിപ്പോയി ജനിച്ച പുത്രനാണെന്നുള്ളത് കൊണ്ടാണ് സ്കന്ദൻ എന്നുള്ള പേര് വന്നത് എന്നിവിടെ പറയാണ്. കാർത്തികേയം മഹാബാഹും കാകുത്സ്ഥ ജ്വലനോപമം. ആ ബാലകൻ കാർത്തികേയനാണ്, അതുപോലെ തന്നെ മഹാബാഹു, അഗ്നിയെപ്പോലെ ജ്വലിക്കുന്നവനാണ്. ഇതൊക്കെ പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട് പല വാക്കുകളെ കൊണ്ട്. അങ്ങനെ ആ ബാലകൻ എന്ത് ചെയ്തു? അതാണ് 29ാമത്തെ ശ്ലോകം. അത് 2 ശ്ലോകമായിട്ടാണ് ഇതിൽ കിടക്കുന്നത്, പക്ഷേ ഒറ്റ നമ്പറേ ഉള്ളൂ. പ്രാദുർഭൂതം തദക്ഷീരം കൃത്തികാനാമനുത്തമം ഷണ്ണാം ഷഡാനനോ ഭൂത്വാ ജഗ്രാഹസ്തനജംബയ ഗൃഹീത്വാ ക്ഷീരമേകാഹ്ന സുകുമാരവപുസ്തദാ അജയത് സ്വേന വീര്യേണ ദൈത്യസൈന്യഗണാൻ വിഭു. അങ്ങനെ തതഹ അതിനുശേഷം കൃത്തികാനാം അനുത്തമം ക്ഷീരം. കൃത്തികമാരുടെ, ഈ 6 കൃത്തികമാരാണല്ലോ ബാലകനെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ആയിട്ട് അവിടെ വന്ന് നിൽക്കണത് ദേവതകളുടെ വാക്കുകൾ കേട്ടിട്ട്. അപ്പോൾ ആ കൃത്തികമാരുടെ പാല് അനുത്തമം ക്ഷീരം. അനുത്തമം എന്ന് വെച്ചാൽ അത്രയ്ക്ക്
വളരെ ആരോഗ്യപരമായിട്ട് ഏറ്റവും ഗുണം ചെയ്യുന്നതായ, അത്രയ്ക്ക് ഗുണഗണങ്ങളുള്ളതായ ആ പാല് കുടിച്ചിട്ട് ആരായി തീർന്നു? വലിയൊരു വില്ലാളി വീരനായി തീർന്നു. അതാണ് കൃത്തികാനാമനുത്തമം പ്രാദുർഭൂതം ക്ഷീരം. എങ്ങനെ കുടിച്ചു? ഷണ്ണാം ഷഡാനനോ ഭൂത്വാ ജഗ്രാഹ സ്തനജം പയ. ഷണ്ണാം കൃത്തികാനാം 6 കൃത്തികമാരുടെ പാല് ഷഡാനനോ ഭൂത്വ അറുമുഖനായിട്ട് ഷൺമുഖനായിട്ട് മാറിയിട്ട് സ്തനജംബയ ജഗ്രാഹ പാല് കുടിച്ചു, മുലപ്പാൽ കുടിച്ചു. അപ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു മുഖം എന്ന കണക്കിന് 6 മുഖങ്ങളുണ്ടായി. അങ്ങനെയാണ് ഷഡാനനൻ അല്ലെങ്കിൽ ഷൺമുഖൻ എന്നൊക്കെ പേര് വന്നത്. അതാണ് പറഞ്ഞത്, ഷണ്ണാം ഷഡാനനോ ഭൂത്വാ ജഗ്രാഹ സ്തനജം പയ. സ്തനജം എന്ന് പറഞ്ഞാൽ മുലപ്പാൽ, സ്തനജം പയ മുലപ്പാൽ കുടിച്ചു. എന്നിട്ടോ ഗൃഹീത്വാ ക്ഷീരമേകാഹ്ന. അങ്ങനെ പാല് കുടിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ ശക്തിമാനായിട്ട് സുകുമാരവപുസ്തത, വളരെ സുകുമാര കളേബരനായി നല്ല മിടുക്കനായിട്ട് വളർന്നു വന്നു. ചെറിയ കുട്ടിയായിട്ടാണ് പാല് കുടിക്കാൻ തുടങ്ങിയതെങ്കിലും ദേവന്മാരാണല്ലോ, ഒരൊറ്റ ദിവസം കൊണ്ട് വളരെ ശക്തനായിട്ടുള്ളൊരു ബാലകനായി തീർന്നു. അങ്ങനെ എന്തു ചെയ്തു? അജയത് സ്വേന വീര്യേണ ദൈത്യ സൈന്യഗണാൻ വിഭു. തൻ്റെ സൈന്യങ്ങളെ കൊണ്ട്, തൻ്റെ വീര്യം കൊണ്ട് സൈന്യങ്ങളോടുകൂടി പോയിട്ട് അസുരന്മാരുടെ സൈന്യങ്ങളെ തോൽപ്പിച്ചു എന്നർത്ഥം. അതിനൊന്നും വലിയ താമസം ഉണ്ടായില്ല, വേഗമായി. അതായത് കൃത്തികമാരുടെ പാല് കുടിച്ചിട്ട് ഈ ബാലകൻ പെട്ടെന്ന് വലുതായ ഉടനെ തന്നെ സേനാപതി എന്ന് പറഞ്ഞ ആ പദവി വഹിച്ചുകൊണ്ട് ദേവന്മാരുടെ സൈന്യത്തെയും കൊണ്ടുപോയി അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്ത് അസുരന്മാരെ മുഴുവനും തോൽപ്പിച്ചു എന്നർത്ഥം. അതാണ് വിഭുഹു ദൈത്യ സൈന്യഗണാൻ സ്വേനവീര്യേണ അജയത്. തൻ്റെ വീര്യം കൊണ്ട്, തൻ്റെ സൈന്യത്തിൻ്റെയും തൻ്റെയും വീര്യം കൊണ്ട് യുദ്ധത്തിൽ അസുരന്മാരെ തോൽപ്പിച്ചു എന്നർത്ഥം. എന്നിട്ട് 30ാമത്തെ ശ്ലോകം നോക്കാം. സുരസേനാ ഗണപതിം അഭ്യഷിഞ്ചൻ മഹാദ്യുതിം തതസ്തമരാ സർവേ സമേത്യാഗ്നിപുരോഗമാഃ. സുരസേന ഗണപതിം അഭ്യഷിഞ്ചൻ മഹാദ്യുതിം തതഃ തം അമരാഃ സർവേ. അതുപോലെ തന്നെ സമേത്യ അഗ്നിപുരോഗമാഃ. സർവേ ദേവാഹ, എല്ലാ ദേവന്മാരും, അഗ്നി മുൻപന്മാരായിട്ടുള്ള അഗ്നിയും ഇന്ദ്രനും ഒക്കെ കൂടി ചേർന്ന ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ഈ ബാലകൻ്റെ അടുത്ത് ചെന്നിട്ട് അമരാഹ സർവേ, അമരന്മാരെ ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് മഹാദ്യുതിം സുരസേനാ ഗണപതിം അഭ്യഷിഞ്ചൻ, ആ മഹാദ്യുതിയായിട്ടുള്ള തേജസ്വിയായിട്ടുള്ള ആ ബാലകനെ സുരസേനാ ഗണപതിയായിട്ട്, സുരസൈന്യങ്ങളുടെ അധിപതിയായിട്ട്, ദേവസേനാപതിയായിട്ട് അഭിഷേകം ചെയ്തു എന്നർത്ഥം. അതായത് പിന്നീട് സേനാപതി എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ ആളെ അറിയുള്ളൂ. ദേവന്മാരുടെ ഇടയിൽ സേനാപതി എന്ന് പറഞ്ഞാൽ മഹാസേനൻ എന്ന് പറഞ്ഞാലും സേനാനി എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ ആളേ ഉള്ളൂ, ശ്രീകുമാരൻ സുബ്രഹ്മണ്യൻ. അങ്ങനെ അഭിഷേകവും കഴിഞ്ഞു. ഏഷതേ രാമഗംഗായ വിസ്തരോഭിഹിതോ മയാ കുമാരസംഭവശ്ചൈവ ധന്യ പുണ്യസ്തഥൈവ ച. എന്നിട്ട് പറയണം, അല്ലയോ രാമ, വിശ്വാമിത്രനാണല്ലോ കഥ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലയോ ശ്രീരാമ, ഗംഗായാഹ വിസ്തരഹ മയാഭീതഃ. ഗംഗയുടെ വിസ്തരിച്ചുള്ള കഥ, ഗംഗ എന്തൊക്കെയാണ് ഭൂമിയിൽ വന്നിട്ട് ചെയ്തത് എന്നുള്ള കഥയൊക്കെ ഞാനിതാ വിസ്തരിച്ചു പറഞ്ഞു തന്നു കഴിഞ്ഞിരിക്കുന്നു. അതായത് ശിവപാർവതിമാരുടെ പുത്രനായിട്ട് ജനിച്ച അല്ലെങ്കിൽ ജനിക്കേണ്ടിയിരുന്ന ആ ബാലകനെ ഒരു വളർത്തമ്മയായിട്ട്, താൽക്കാലികമായിട്ട് ഒരു അമ്മയായിട്ട് ജനിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആ ഗംഗയുടെ കഥ ഞാനിവിടെ വിസ്തരിച്ച് കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുണ്ട് പറയാൻ, കഴിഞ്ഞിട്ടില്ല. ശിവനും ശ്രീപാർവതിയും തമ്മിലുള്ള ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കഥയാണിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഞാൻ എന്തു പറഞ്ഞു? കുമാരസംഭവശ്ചൈവ ധന്യ പുണ്യസ്തഥൈവ ച. പുണ്യമായിട്ടുള്ള മറ്റൊരു കഥ കൂടി ഞാനിവിടെ നിങ്ങളോട് പറയണ്ടായി. അതാണ് കുമാരസംഭവം. ഇപ്പോൾ നമുക്ക് പലതും തോന്നാം, ഈ വാക്കൊക്കെ ആയിരിക്കും മിക്കവാറും കാളിദാസനെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുക. തൻ്റെ കാവ്യത്തിന് കുമാരസംഭവം എന്ന് പേരിടാൻ വാൽമീകി രാമായണത്തിൽ ഈ പേരാവാം കാരണമെന്ന് തോന്നുന്നു. വാൽമീകി പല ദിക്കിലും വാൽമീകിയാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് കാളിദാസൻ്റെ കൃതിയിൽ രാമായണത്തിൻ്റെ നല്ല സ്വാധീനമുണ്ട്. മേഘദൂതം എന്ന് പറഞ്ഞ കാവ്യം എഴുതിയപ്പോൾ അവിടെ മേഘത്തിനെ ഒരു സന്ദേശവാഹകനാക്കിയത് മനസ്സിൽ
ഹനുമാനെ കണ്ടുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ഹനുമാൻ എപ്രകാരമാണോ സീതയോട് സന്ദേശം പറയണത്, അതുപോലെ മേഘമേ നീ അവിടെ ചെല്ലുമ്പോൾ നിന്നെ ഉറ്റുനോക്കിക്കൊണ്ട് യക്ഷപത്നി ഇരിക്കുന്നുണ്ടാവും എന്നൊക്കെ, അല്ലെങ്കിൽ യക്ഷപത്നി നിന്നെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കും എന്നൊക്കെ പറയുന്ന വാക്യങ്ങൾ നമ്മൾ മേഘദൂതത്തിലും പലതിലും കാണാറുണ്ട്. അപ്പോൾ ഇവിടെ കുമാരസംഭവം എന്ന് പറഞ്ഞ കഥയും ഞാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് വിസ്തരിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് വിശ്വാമിത്രൻ പറയാണ്. മാത്രമല്ല വളരെ പുണ്യമായിട്ടുള്ള, വളരെ ധന്യമായിട്ടുള്ള ഒരു കഥയാണ് കുമാരസംഭവം. അതാണ് ധന്യ പുണ്യ, ധന്യവും പുണ്യവുമായിട്ടുള്ള കഥ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി സുബ്രഹ്മണ്യ ഭക്തന്മാരുടെ കഥയെ പറ്റിയിട്ട്, അവരുടെ അവസ്ഥയെ പറ്റി പറയാണ് 32ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം. ഭക്തശ്ചയഃ കാർത്തികേയേ കാകുത്സ്ഥ ഭുവി മാനവ ആയുഷ്മാൻ പുത്രപൗത്രൈശ്ച സ്കന്ദസാലോക്യതാം വ്രജേത്. യഹ മാനവഃ ഭുവി കാർത്തികേയേ ഭക്തഃ. ഹേ കാകുത്സ്ഥ, അല്ലയോ ശ്രീരാമ, യാതൊരു മാനവൻ, യാതൊരു മനുഷ്യൻ ഈ ഭൂമി ലോകത്തിൽ കാർത്തികേയ ഭക്തനായിട്ട്, സുബ്രഹ്മണ്യ ഭക്തനായിട്ട് വസിക്കുന്നുവോ അവൻ എങ്ങനെയായി തീരും? ആയുഷ്മാൻ, ആ പുരുഷൻ്റെ ആയുസ് കാക്കുന്നത് വേറെ ആരുമല്ല, സുബ്രഹ്മണ്യൻ തന്നെയാണ്. അതാണ് ആയുഷ്മാനായി തീരും. പുത്രപൗത്രയിശ്ച, ഒറ്റയ്ക്കല്ല, പൗത്രന്മാരോട് കൂടിയിട്ട്, ആയുസ്സോട് കൂടിയിട്ട്. മക്കളുണ്ടാവും, കൊച്ചുമക്കളുണ്ടാവും, അതൊക്കെ സമ്പന്നതയാണ്. മനുഷ്യ വിഭവങ്ങൾ കൂടെ ഉണ്ടാവുക എന്നുള്ളതൊരു സമ്പത്താണ്. കാശ് മാത്രമല്ല, അല്ലെങ്കിൽ പറമ്പോ വീടോ മാത്രമൊന്നല്ല സമ്പത്ത്, മനുഷ്യരും സമ്പത്താണ്. അപ്പോൾ മക്കളോടും അതുപോലെ കൊച്ചുമക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ കൂടിയിട്ട് സുഖമായിട്ട് അയാൾ ജീവിക്കുകയും ചെയ്യും. അവസാനം സ്കന്ദസാലോക്യതാം വ്രജേത്. സ്കന്ദസാലോക്യത എന്ന് പറഞ്ഞാൽ സ്കന്ദനുമായിട്ട് ഒന്നായിത്തീരുക, അല്ലെങ്കിൽ സ്കന്ദലോകത്തെ പ്രാപിക്കുക, സുബ്രഹ്മണ്യൻ്റെ ലോകത്ത് എത്തിച്ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗം അവസാനിപ്പിക്കുകയാണ്. അത്രയ്ക്ക് ധന്യമായിട്ടുള്ള, അത്രയ്ക്ക് പുണ്യമായിട്ടുള്ളൊരു കഥയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത് എന്നാണ് വിശ്വാമിത്രൻ ശ്രീരാമനോടൊക്കെ പറയണത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തേഷാം തദ്വചനം ശ്രുത്വാ സ്കന്നം ഗർഭപരിസ്രവേ സ്നാപയൻ പരയാ ലക്ഷ്മ്യാ ദീപ്യമാനം യഥാനലം സ്കന്ദയിത്യബ്രുവൻ ദേവാ സ്കന്നം ഗർഭപരിസ്രവേ കാർത്തികേയം മഹാബാഹും കാകുത്സ്ഥജ്വലനോപമം പ്രാദുർഭൂതം തതഃ ക്ഷീരം കൃത്തികാനാമനുത്തമം ഷണ്ണാം ഷഡാനനോ ഭൂത്വാ ജഗ്രാഹസ്തനജംബയ ഗൃഹീത്വാ ക്ഷീരമേകാന്നഃ സുകുമാരവപുസ്തദാ അജയത്സ്വേന വീര്യേണ ദൈത്യസൈന്യഗണാൻ വിഭു സുരസേനാ ഗണപതിം അഭ്യഷിഞ്ചൻ മഹാദ്യുതിം തതസ്തമമരാः സർവേ സമേത്യാഗ്നിപുരോഗമാः ഏഷ തേ രാമഗംഗായാ വിസ്തരോഭിഹിതോ മയാ കുമാരസംഭവശ്ചൈവ ധന്യഃ പുണ്യസ്തഥൈവ ച ഭക്തശ്ച യഃ കാർത്തികേയേ കാകുത്സ്ഥ ഭുവി മാനവഃ ആയുഷ്മാൻ പുത്രപൗത്രൈശ്ച സ്കന്ദസാലോക്യതാം വ്രജേത്. അങ്ങനെ സുബ്രഹ്മണ്യ ഭക്തൻ സുബ്രഹ്മണ്യൻ്റെ ലോകത്തിൽ പോയിട്ട് സുഖമായിട്ട് വസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സർഗം വാൽമീകി മഹർഷി അവസാനിപ്പിക്കുകയാണ് ചെയ്യണത്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.